ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് തിയറിയാണ്. അതായത് റെലവൻസ് കൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇറെലവൻസ് തിയറി ആയിരുന്നു. മോഡിഗിലാനി ആൻഡ് മില്ലർ അപ്രോച്ച് അല്ലെങ്കിൽ തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിയറി ഒറ്റൊന്നേ ഉള്ളൂ. ഇനി റെലവൻസ് തിയറിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇവിടെ രണ്ട് തിയറികളാണ് റെലവൻ്റ് ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗോർഡൻ, ജോൺ ലിൻഡർ, ജെയിംസ് വാൾട്ടർ ആൻഡ് റിച്ചാർഡ്സൺ, ഈ ഒരു 4 പേര് ചേർന്നിട്ടുള്ള ഒരു തിയറിയാണിത്. അസോസിയേറ്റ് ചെയ്ത തിയറിയാണിത്. ഇവരെ സംബന്ധിച്ചോളം ഇവർ പറയുന്നത് ഒരു കമ്പനി എടുക്കുന്ന ഡിവിഡൻഡ് ഡിസിഷൻ തീർച്ചയായിട്ടും ആ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഡിവിഡൻഡ് കൊടുത്താലും ഇല്ലെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മളൊരു ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യൂ എത്രയാ, കൊടുക്കുന്നില്ലെങ്കിൽ എത്രയാ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് രണ്ടിലും സെയിം ആൻസർ ആണ് കിട്ടിയത്. അപ്പോൾ അവരുടെ തിയറി പ്രകാരം അത് പ്രൂവ് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ തീർച്ചയായിട്ടും കമ്പനിയുടെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി എടുക്കുന്ന ഡിവിഡൻഡ് പോളിസി അത്രയ്ക്ക് റെലവൻ്റ് ആണ്. അതായത് ഏത് ഫേമാണോ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള കൊടുക്കാത്ത കമ്പനികളെ അപേക്ഷിച്ച് അവർക്ക് വാല്യൂ കൂടും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് തിയറികളാണ് പ്രധാനമായിട്ട് വരുന്നത്. വാൾട്ടേഴ്സ് തിയറിയും ഗോർഡൻസ് തിയറിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വാൾട്ടേഴ്സ് തിയറി എന്ന് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ഒരു 3 മാർക്സിനുള്ളത് പഠിച്ചു വയ്ക്കുക. വാൾട്ടേഴ്സ് തിയറി ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോർഷൻസ് വേറെ ഒന്നിലേക്കും പോകണ്ട. According to Walter, the investment policy of a firm cannot be separated from its dividend policy. ഒരു ഫേമിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരിക്കലും അവർ കൊടുക്കുന്ന ഡിവിഡൻഡ് പോളിസിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ഫേം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരിൽ എന്ത് കുറവായിരിക്കും, ക്യാഷ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫേം തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഒപ്പം നോക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ് അവരുടെ ഡിവിഡൻഡ് പോളിസി എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് എ ഫേം ആർ ഇൻറ്റർ റിലേറ്റഡ്. ഈ രണ്ടെണ്ണവും ബന്ധപ്പെട്ട് കിടക്കുന്ന തിയറികളാണ്. ഒന്നിനോടൊന്ന് അത്രയ്ക്കും അടുത്ത് നിൽക്കുന്ന തിയറികളാണ്. കാരണം കമ്പനി വിൽ പേ ഡിവിഡൻഡ് ഓർ നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഇറ്റ് ഹാസ് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻവെസ്റ്റ് ആൻഡ് റീറ്റെയിൻ ഏർണിങ്സ് ഓർ നോട്ട്. ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ സ്യൂട്ടബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് റീറ്റെയിൻ ഏർണിങ്സ് വേണ്ട എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവർ ഡിവിഡൻഡ് കൊടുക്കാൻ റെഡി ആവുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇഫ് എ കമ്പനി ഹാസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻവെസ്റ്റ് ഇറ്റ്സ് ഏർണിങ്സ് ഇറ്റ് ഡസ് നോട്ട് പേ ഡിവിഡൻഡ്. ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്